പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ചിരി വഴിയിലൂടെയുള്ള യാത്രയിൽ ഇതാ മത്സരത്തിന്റെ തേരോട്ടം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചിരി യാത്രയെ കൂടുതൽ ധന്യമാക്കുവാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. എല്ലാവർക്കും നമസ്കാരം. അമൃത TV ഹാപ്പിനെസ് ചാലഞ്ച് എന്ന പേരിൽ ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഓണക്കാലത്തിൻ്റെ യാത്രകൾ ഇപ്പോഴേ ആരംഭിച്ച് എല്ലാ നിമിഷവും എല്ലാവരും അവരുടെ എല്ലാ പ്രേക്ഷകരും സന്തോഷമായിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു യാത്രയാണിത്. ആ യാത്രയിലെ നമ്മുടെ എപ്പിസോഡുകളെ കൂടുതൽ ധന്യമാക്കുവാൻ ഒളിമങ്ങാത്ത ചിരി മലയാളിക്ക് സമ്മാനിച്ച് എന്നും ഒരു ചിരിച്ച മുഖത്തോടെ മാത്രം ആളുകൾ നോക്കിക്കാണുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിരിയും ചിത്രങ്ങളും കഥാപാത്രങ്ങളുമെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും പ്രതിഭാതനായ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഈ പരിപാടിയെ കൂടുതൽ ധന്യമാക്കുന്നു. ഏറെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ സിദ്ദിഖ് സാർ. സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ള ചിരിയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. എന്നാൽ സാറിനെ ചിരിപ്പിച്ചതാരാണ്? സാർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? ചില സന്ദർഭങ്ങളിൽ ഒരിക്കലും തമാശ വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ചില ആളുകളുടെ പെരുമാറ്റങ്ങളും ചില ആളുകളുടെ വിഡിത്തരങ്ങളും ഉണ്ടാക്കുന്ന ചിരി അത് ചിലപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ലാൽ ഒക്കെയാണ്. അത്തരം ചിരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ഒരുപാട് ലൈഫിലുള്ള നമ്മുടെ കണ്ണിലത് പെടും. നമ്മളിത് കണ്ടുപിടിക്കും. വേറെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മളുടെ ചിരികൾ, നമ്മളുടെ സന്തോഷങ്ങൾ പരമാവധി ദൈർഘ്യമുള്ളതാക്കുക, പരമാവധി സമയങ്ങളിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു ഹാപ്പിനെസ് ചാലഞ്ചാണ് നമ്മളിവിടെ നടത്തുന്നത്. സിദ്ദിഖ് സാറിൻ്റെ സാന്നിധ്യം ഇവിടെയുള്ള എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സന്തോഷം കൊടുക്കുന്ന ഒന്നാണ്. ചിരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും മിസ്സാക്കാതിരിക്കുക, അവിടെ ചിരിക്കുക, തുറന്ന് ചിരിക്കുക. ചിരികളിലൂടെ പങ്കുവെക്കുന്നത് ഒരു ഹാപ്പിനെസ് ആണ്. നമ്മൾ ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സാഹചര്യത്തിൽ സിദ്ദിഖ് സാർ അദ്ദേഹത്തിൻ്റെ ഇപ്പം ലാസ്റ്റ് പുറത്തിറങ്ങിയ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ക്രൂവിന് എല്ലാവർക്കും അല്ലേ, ഈ കൊറോണ കാലത്ത് ഒരു സിനിമാ നിർമ്മാതാവും ചെയ്യാത്ത അത്രയും വലിയൊരു കാര്യമാണ്. ആ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും 5000 രൂപ വെച്ച് കൊടുത്തു എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് വറുതിയുടെ ഈ കാലത്ത്. ചാക്കോച്ചൻ വന്ന എപ്പിസോഡുകളിലും നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പം സാറ് ചെയ്യുന്നുണ്ട്, തുടർന്നും ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യും. ഒരുപാട് സന്തോഷം നിറഞ്ഞ, അതായത് ഹാപ്പിനെസ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ മോളെ കാണാൻ വേണ്ടിയാണ് വന്നത്. മോളെ വിളിച്ചിട്ട് കിട്ടിയില്ല. ബ്ലോക്ക് ചെയ്തേക്ക്. അൺബ്ലോക്ക് ചെയ്തിടാ. ആലോചിക്കാം. ചേട്ടൻ പറ, കാര്യം പറ. അപ്പൊ കാര്യം ഇതാണ്, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുതിയ പടം പ്രൊഡ്യൂസ് ചെയ്യണവൻ. അപ്പൊ ഞാൻ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ മോള് ഇവിടെ നിൽക്കുമ്പോ മോക്കൊരു നല്ല അവസരം മേടിച്ചു തരാന്നുള്ള എൻ്റെ ഒരു കടമയുള്ളത്. അപ്പൊ ഞാൻ അവനോട് സംസാരിച്ച്, അപ്പൊ അവൻ പറഞ്ഞ് ചെറിയൊരു ക്ലിപ്പ് മോൾ എന്തെങ്കിലും. ഒരു സെക്കൻഡ് അമ്മാവ, അമ്മാവന് സിനിമാക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ? പിന്നില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ സാറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പാട്ട് പാടിയില്ലേ? സാറിന്റെ പടത്തിൽ എനിക്ക് പാട്ട് തരാന്ന് സാറ് പറഞ്ഞ കേട്ടില്ലേ? സാറത് കേട്ടു എന്നല്ലോ, എന്നിട്ട് സാറൊന്നും മിണ്ടിയില്ലല്ലോ. അത് തന്നെ മൗന സമ്മതം എന്നല്ലേ, പിന്നെ എന്തിനും പെട്ടെന്ന് മോളെ. അപ്പൊ ആ സിനിമയില് ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ആ ഡയലോഗ് മോളൊന്ന് പറഞ്ഞ് അന്ന് അഭിനയിച്ച് ചെറിയൊരു ക്ലിപ്പ് ഇങ്ങനെ എടുത്തെന്ന് അവൻ എനിക്ക് കാണിച്ചു കൊടുക്കാം. എളുപ്പമല്ലപ്പാ മോളുടെ പറയണം. അപ്പൊ സംഭവം ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു മാറാരോഗിയാണ്. എൻ്റെ ചികിത്സക്ക് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ചികിത്സക്കുള്ള പണം ലക്ഷങ്ങൾ എനിക്ക് തന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇത്രേ ഉള്ളൂ. ഇത് പോലെ എങ്ങനെ ചെയ്യാം, സംഭവം ഓക്കെയാണ്. പിന്നെ ഒന്നോ ബാക്കി കാര്യം ഞാൻ എടുത്ത് കൊടുക്കല്ലേ വീഡിയോ. മോളതിന് പുള്ളിയുടെ മുഖത്ത് നോക്കേണ്ട കാര്യം എന്താണുള്ളത്? വിഷുവിന്റെ മുഖത്ത് എന്തിനു നോക്കണതിന്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും നാള് ഇവിടെ ഈ ഫ്ലോറിൽ നിന്നിട്ട് ഈ പുള്ളിയുടെ പടത്തിൽ നമുക്കൊരു വേഷം തന്നാ? ഇപ്പൊ നമ്മുടെ കാര്യം വിട്ടേക്ക്, നമ്മുടെ കേസും പോട്ടെ.
ഇപ്പോൾ സാറ് വന്നേക്കുമ്പോൾ സാറിനെ കുറിച്ച് പുള്ളി എന്താ പറഞ്ഞത്? പിഷാരടി സാറ് ഗുരുവാണ്, ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞില്ല, സാറിനെ കുറിച്ച് വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ സാറിനൊരു സീൻ കൊടുത്ത പടത്തിൽ സാർ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം, അറിയുമോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് വേഷം കൊടുക്കുന്ന അവിടെ നിൽക്കട്ടെ. സിദ്ദിഖ് സാർ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് സാറിന്റെ ഒരു പടത്തിലും സിദ്ദിഖ് സാർ എനിക്ക് വേഷം തന്നിട്ടില്ല. ആ, അതുകൊണ്ടാണ് ആൾക്കാർ ലെജൻഡ് എന്ന് വിളിക്കുന്ന സാറിനാ, അറിയാമോ? സാറിനറിയാം ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ സാറിന് കൃത്യമായിട്ട് അറിയാം. ഡയാന മോളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇത് കേട്ടിട്ട് ഭയങ്കര ഡ്രാമയായിട്ട് തോന്നുന്നു. അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കുക. അല്ല രമേശ് ചേട്ടാ, അങ്ങനെയൊന്നും പറയണ്ട. ഞാനിവിടെ എല്ലാ കാലത്തും ഒരു ആങ്കറായിട്ട് അങ്ങ് നിന്ന് പോയാൽ ശരിയാവില്ല. അതുപോലെ ശമ്പളം മാറ്റി തരാൻ പറഞ്ഞിട്ട് രമേശ് ചേട്ടൻ ചെയ്തില്ലല്ലോ. ശമ്പളം മാറ്റി തരാനാ? ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എല്ലാ മാസവും എത്രാം തീയതിയാണ് ശമ്പളം തരുന്നത്? 1-ാം തീയതി. അത് മാറ്റി 3-ാം തീയതി ആക്കി തരാം. സാർ 19 തീയതി ഉണ്ടാവൂടാ ഇവിടെ ഫ്ലോറിലോ? വരുമോന്ന്? ഓ, വരാൻ ചാൻസ് ഇല്ല. അല്ല എന്താ സാർ ഇപ്പം 3-ാം തീയതി എന്ന് പറഞ്ഞൊരു കോമഡി പറഞ്ഞില്ലേ? അതിന്റെ 16 അടിയന്തരം നടത്തുമ്പോൾ 19 ആവും. അതിനാണ് സാറിന് 19-ാം തീയതി തന്നെ പറഞ്ഞത്. മോളെ, ഇതിൽ നീ അഭിനയിച്ചു നിനക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണ അവനുണ്ടല്ലോ, അവനിപ്പോ വീട്ടിലൊരു ഷോക്കേഴ്സ് റെഡി ആയി കഴിഞ്ഞ് അവാർഡൊക്കെ വെക്കാനായിട്ട്, അവാർഡ് വെക്കാനായിട്ട്. ഇത് നമ്മള് എത്ര കാലം വെച്ച് അഭിനയിക്കണം അല്ലേ? ആ, ഞാൻ പറഞ്ഞു തന്ന പോലെ കേട്ടോ മോളെ. ഞാനൊരു മാറാരോഗ്യാണ്, എന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ എനിക്ക് ലക്ഷങ്ങൾ വേണം. എല്ലാരും എനിക്ക് ആ പൈസ തന്ന് സഹായിക്കണം, പ്ലീസ്. 5 ലക്ഷത്തിന്റെ അഭിനയം വേണ്ട കേട്ടോ, 1 ലക്ഷത്തിന്റെ അഭിനയം വേണം. ഓക്കെ, അടിപൊളി. അപ്പൊ മോള് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവസരം കിട്ടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. ഇത് ഞാൻ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യും കേട്ടാ. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിൽ. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള കുട്ടികളുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ കാര്യമൊക്കെ പറയണേ. അതിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, അവർക്ക് അവസരം കൊടുക്കാൻ പറ്റിയത് നല്ലതല്ലേ? അപ്പോൾ ഇനി അധികം സമയം താമസിക്കുന്നില്ല, ഇന്നത്തെ കോമ്പറ്റീഷനിലേക്ക് കടക്കുവാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ആൻഡ് ദേ ആർ സുനിൽ സൂര്യ ആൻഡ് നവീൻ പാലക്കാട്. ഓക്കെ, നല്ല അടിപൊളി എൻട്രി ആയിരുന്നു. അപ്പോൾ സിദ്ദിഖ് സർ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്, സുനിൽ സൂര്യ ആൻഡ് നവീൻ. പാലക്കാടും കാസർഗോഡുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അമ്മാവ, സമയം നോക്കാൻ റെഡിയല്ലേ? റെഡിയാണ്, ഞാൻ സമയമൊക്കെ സെറ്റ് ചെയ്ത് 2.5 മിനിറ്റ് വീതം കൊടുക്കും നമ്മള്. പൊളിക്കും. ആര് ചിരിപ്പിക്കുന്ന അറിയാം. ഓക്കെ, ക്യാരി ഓൺ. ആദ്യം സുനിൽ സൂര്യ. താരങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രശസ്തരായിട്ടുള്ള താരങ്ങൾ, അതായത് നമ്മുടെ സിദ്ദിഖ് സാറിനെ പോലെയും രമേശ് ചേട്ടനൊക്കെ പോലെ ഇവരെല്ലാവർക്കും അറിയാം മലയാളികൾക്ക്. പിന്നെ അപ്രശസ്തരായ താരങ്ങളുണ്ട്, പക്ഷേ അവർ നാട്ടിലെ താരങ്ങളാണ്, അവരവരുടെ നാട്ടിലെ ചില താരങ്ങൾ. ഈ താരങ്ങളുടെ കഥകളാണ് ഞാനിന്ന് ചെറുതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ലാലേട്ടൻ്റെ. ആ സിനിമ വന്നിറങ്ങിയ ഒരു സമയം സിനിമയും ഭയങ്കര ഹിറ്റായി, പാട്ടും സൂപ്പർ ഹിറ്റായി. പ്രത്യേകിച്ച് അതിലെ അപ്പുക്കുട്ട തൊപ്പിക്കാര എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായി. അപ്പോൾ നമ്മൾ ക്ലബിലൊക്കെ ഇരുന്നിട്ട് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് രഞ്ജിത്തേട്ടൻ ചോദിക്കുന്നത്, രാമകൃഷ്ണ, ഈ അപ്പുക്കുട്ട ഗിപ്പുക്കുട്ട അതേ സിനിമയിലെ പാട്ടുകളാണ്. അതിൽ നിന്ന് ഗിപ്പു എന്നത് നമ്മളങ്ങനെ എടുത്തു. പിന്നെ രഞ്ജിത്ത് എന്നുള്ള അയാളുടെ പേര് നമുക്ക് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പോലും. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഗിപ്പുക്കുട്ടൻ എന്നായി. ഈ ഗിപ്പുക്കുട്ടൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗിപ്പുക്കുട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഒരു സ്റ്റൈലുണ്ടാവും. എന്തിലും സ്റ്റൈൽ പുറത്തെടുക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ സൈക്കിൾ എടുത്തിട്ട് അദ്ദേഹം ശരവേഗത്തിൽ ഇങ്ങനെ പോകും. ഇറക്കത്തിലൂടെ പോകുമ്പോൾ ഞങ്ങളൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം എന്ന്. നമ്മൾ പിറ്റേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതേ സ്ഥലത്തിനെത്തി വീണ്ടും സൈക്കിൾ പോകാൻ തുടങ്ങി. ഇറക്കത്തിലൂടെ പോകുമ്പോൾ മനസ്സിലായി ഇതേ എന്തോ ഒരു പാട്ട് പാടിയതാണ്. പ്രത്യേകിച്ച് സ്റ്റൈലിൻ്റെ ആളുമാണ്. എന്തായിരിക്കും പാട്ടെന്നറിയാൻ വേണ്ടി 2-3 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഗിപ്പോട്ടാ, നിങ്ങൾ എപ്പോഴും സൈക്കിളിൽ പോകുമ്പോൾ ഒരു പാട്ട് പാടുന്നില്ലേ? ആ പാട്ട് ശരിക്കും എന്താണ് ആ പാട്ട്? അത് നീ കേട്ടിട്ടില്ലേ പാട്ട്? ഇല്ല, ഒന്ന് പറയാൻ പറ്റുമോ? കാറ്റുപോയി, കാറ്റുപോയി, മഴക്കാറ് പോയി. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അത് വാഴവേ മായത്തിലെ പാട്ടാണ്. കാറ്റും പോയി മഴ. അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ലേ പാടേണ്ടത്, അത് സിനിമയിൽ അങ്ങനെ പാടും, ഇത് എൻ്റെ സ്റ്റൈലാണ്, ഞാൻ ഇങ്ങനെ പാടുമെന്ന്. ഇദ്ദേഹം നമ്മളൊക്കെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടൊരു സമയം. അപ്പോൾ എല്ലാവരും മാലയിട്ട് കഴിഞ്ഞാൽ കെട്ടുനിറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശരണം വിളിക്കാറുണ്ട്, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ
ആരെ കാണാൻ. സാധാരണ എല്ലാവരും നമ്മളൊക്കെ വിളിക്കുന്നതാണ്. ഇദ്ദേഹം വിളിക്കുമ്പോൾ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ ആരെ കാണാൻ, ഇങ്ങനെയൊക്കെ സ്റ്റൈലൊക്കെ ആക്കിയിട്ടാണ് മൂപ്പര് വിളിക്കാറുള്ളത്. അതുപോലെ ഇദ്ദേഹം ഞങ്ങളും സ്വാമിമാരൊക്കെ കൂടിയിട്ട് കുളത്തിൽ കുളിച്ചിട്ട് വരികയായിരുന്നു. ഭക്തി മൂഡിലാണ് എല്ലാവരും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ അറിയാതെ ഒരു ഹിന്ദി പാട്ട് വന്നു. മുമ്പിലാണെങ്കിൽ ഗുരുസ്വാമി ഉണ്ട്. ഗുരുസ്വാമി എപ്പോഴും അറിയാമല്ലോ, അദ്ദേഹം ദൈവഭക്തനാണ്. ഇദ്ദേഹം നല്ല ഭക്തനാണ്, പക്ഷെ അറിയാതെ വരുന്നു പോകുന്നതാണ്. ഇദ്ദേഹം പെട്ടെന്ന് പാട്ട് പാടി തും പാസ് ആയേ യൂ മുഷ്കുറായേ. പെട്ടെന്ന് ഗുരുസ്വാമി ഒരു നോട്ടം, അപ്പം തന്നെ ക്യാ കരു സ്വാമി ശരണം പൊന്നയ്യപ്പ. ഇനി നവീൻ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, ഇപ്പോൾ പ്രളയം വന്നു, കൊറോണ വന്നു, കുറേ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടായി, എന്നാലും നമ്മുടെ ആളുകൾ ഉപേക്ഷിക്കാത്ത, പല ആളുകളും, എല്ലാവരും ഇല്ല, പല ആളുകളും ഉപേക്ഷിക്കാത്ത ഒരു സാധനമുണ്ട്, ലഹരി. അപ്പോൾ ലഹരി എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ലഹരി നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്ന ആളുകളുണ്ട് കുറേ പേര്. ഞങ്ങളുടെ നാട്ടിലൊരു പലചരക്ക് കട, അവിടെ ഈ നിരോധിത ലഹരി മരുന്ന് നൈസായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. ഇത് വാങ്ങാനായിട്ട് സ്ഥിരം കുറച്ച് ആൾക്കാർ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തിരക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ലോക്ക്ഡൗൺ വന്നപ്പോഴും ഈ തിരക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഒരാളും മാസ്ക് വെക്കില്ല. അപ്പം ഇതൊക്കെ നോക്കാനായിട്ട് ഈ സെക്ഷൽ മജിസ്ട്രേറ്റ് വരുമല്ലോ, നമ്മൾ മാസ്ക് വെക്കണ്ടോ നോക്കാൻ. സാധാരണ സെക്ഷൽ മജിസ്ട്രേറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും, പ്രൈവറ്റ് വണ്ടിയിലാണ് വരിക. ഒരു ASI കൂടെ ഉണ്ടാവും. അങ്ങനെ 3 പേരായിരിക്കും വണ്ടിയിൽ. ഈ വണ്ടിയുടെ ഡ്രൈവർ ഈ നാട്ടുകാരനാണ്. അപ്പോൾ പുള്ളിക്ക് കടക്കാരനെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് കടക്കാരനൊരു സിഗ്നൽ കൊടുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വണ്ടിക്ക് 2 ഹോണുണ്ട്. ഈ വണ്ടിക്ക് ഒരു സാധാരണ ഹോണും മറ്റത് കുറച്ച് ഹൈ സൗണ്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ഹോണ്. പുള്ളി കുറച്ച് അപ്പുറത്ത് വെച്ചിട്ട് ഈ ഹോൺ അടിക്കുമ്പോൾ അവിടെയുള്ള തിരക്കുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ മാറിയേക്കും, ബാക്കിയുള്ളവർ മാസ്കൊക്കെ വെച്ച് നീറ്റായി നിൽക്കും, കുഴപ്പമില്ല, വണ്ടി നോക്കി പോകും. ഒരു ദിവസം ഈ ഡ്രൈവർ ഹോൺ അടിക്കാൻ മറന്നുപോയി വന്ന് കടയുടെ അടുത്ത് എത്തിയപ്പോൾ നല്ല തിരക്ക്, ഒറ്റൊരുത്തം മാസ്ക് വെച്ചിട്ടില്ല. വണ്ടി കണ്ടതും എല്ലാവരും ചറപറ ഓരോ വഴിക്ക് ഓടി. കടക്കാരൻ കടയുടെ ഉള്ളിൽ പോയി ഒളിഞ്ഞിരുന്നു. ഇത് കണ്ട് ASI പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരുത്തനെ പിടുത്തം കിട്ടിയിട്ട് എന്താ ഈ ലോക്ക്ഡൗണ് പുറത്തിറങ്ങിയ നോക്കുമ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. സാർ ഞാൻ ഹാൻഡ്സ് വാങ്ങാൻ വന്നതാണ്. ഇതോടുകൂടി ഇവന് വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. ഇതോടുകൂടി ആ കട റൈഡ് ചെയ്ത് കടക്കാരനെയും ജയിലിലാക്കി, പ്രശ്നത്തിലാക്കി. പിന്നെ അതുപോലെ മദ്യപാനം അടുത്ത ലഹരിയുടെ ഒരു സാധനമാണ്. ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ ജീവിതവ്രതമാക്കിയ ചില ആൾക്കാരുണ്ട്. അവരുടെ ലൈഫ് മൊത്തം ഈ മദ്യപാനമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് കടയിൽ പോയിട്ട് ഒരു സർബത്ത് പറയാണ്. കടക്കാരൻ സ്വാഭാവികമായിട്ട് ചോദിക്കും സോഡ വേണോ വെള്ളം വേണോ എന്ന്. 2ഉം വേണം, ഞാൻ ഡ്രൈ അടിച്ചോളാം എന്ന് അറിയാതെങ്കിലും പറയണ ഒരാളാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ 2 അടിച്ചുള്ള ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഭംഗിയുള്ള മതിലുണ്ടാവുമല്ലോ, ചിലപ്പോൾ തലേദിവസം പെയിൻ്റ് അടിച്ച മതിലൊക്കെ ആയിരിക്കും. ഇതിൽ നട്ടപ്പാതിരയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല പറിച്ചിട്ട് നല്ല തെറി എഴുതി വയ്ക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് കഴുകിയാലും പോവില്ല. പിറ്റേ ദിവസം രാവിലെ ഈ നാട്ടുകാർ വന്നിട്ട് ഇത് കണ്ട് ബഹളമൊക്കെ വെച്ച് നമ്മൾ പോകുമ്പോൾ കാണാം ഈ ചേട്ടൻ ഇതിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മളോട്, നിങ്ങളൊക്കെ എന്ത് ചെറുപ്പക്കാരാണ് ഇവിടുത്തെ, ഈ സാമൂഹ്യ വിരുദ്ധർ ഇങ്ങനെ ചെയ്യണം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ, ഇതാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പുള്ളിയുടെ ഒരു സുഖം. അപ്പോൾ നാട്ടിലെ താരങ്ങളുടെ കഥ തുടരുകയാണ്. ഇപ്പോൾ ഗിപ്പുവേട്ടൻ്റെ വേറൊരു കഥ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുമല്ലോ സാധാരണയായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ കളിക്കുമ്പോൾ സിദ്ദിഖ് സാർ അതിലൂടെ നടന്നു വന്നാൽ നമ്മൾ എന്ത് പറയും, പരിചയമുള്ളതുകൊണ്ട് സിദ്ദിഖ് സാർ നമസ്കാരം എന്ന് പറയും. അപ്പോൾ അതെല്ലാവരും പറയുന്നതാണ് കളിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കണം, മനുവേട്ടൻ അടിക്കുന്ന അടിക്കണം. അപ്പോൾ ഗോപാലേട്ടൻ വരുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു, ഗോപാലേട്ടാ ആ മോനെ കളിക്കും മോനെ, ഗോപാലേട്ടാ ആ മോനെ കളിക്കും മോനെ, ഗോപാലേട്ടാ. അപ്പോൾ ഈ ഗിപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊൽട്ട. ഗോപാലട്ടൻ തന്നെ ആലോചിക്കും, ഞാനിതെന്താ ഗൊൽട്ടനോ എന്താ സാധനം. അങ്ങനെ കോമേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് കൊംട്ട. അപ്പോൾ മൊത്തം സ്റ്റൈലിൻ്റെ ആളാണ്. ഇദ്ദേഹത്തിന് ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടിയുടെ പേര് പാണ്ഡു എന്നായിരുന്നു. ഈ പാണ്ഡുവിനെ അനുസരിപ്പിക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. അതായത് ആ കവലയിലൊക്കെ നിന്നിട്ട് ഷോ കാണിക്കലാണ്. പാണ്ഡു ഇവിടെ വരൂ. ആ പാണ്ഡു ഓടി വരും. അല്ലെങ്കിൽ വേണ്ട, നീ അങ്ങോട്ട് തന്നെ പോയിക്കോളൂ, ഒന്നുകൂടി ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ വേണ്ട 5 മിനിറ്റ് കഴിഞ്ഞു പോകും. അങ്ങനെയാണ്. ഞാൻ പാണ്ഡുവിനോട് എന്ത് പറഞ്ഞാലും പാണ്ഡു അനുസരിക്കും. പാണ്ഡു ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം പോവില്ല, ഞാൻ കൊടുത്ത ഭക്ഷണം മാത്രമേ അവൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ നടത്തുമ്പോൾ കണ്ണേട്ടൻ വന്നു. കണ്ണേട്ടൻ ഒരു കൃഷിക്കാരനാണ്. 2 അടിച്ച് വന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒരു ബിസ്ക്കറ്റോ മറ്റോ എടുത്തിട്ട് കടിച്ച് തിന്നതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റ് താഴെ വീണുപോയി. നമ്മുടെ മാവനാണെങ്കിൽ, ഈ ഗിപ്പു മാവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് മൊത്തത്തിൽ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാണ്ഡു ഓടിച്ചാടി വന്നിട്ട് ഇയാളെ കാണാതെ
ഈ ബിസ്ക്കറ്റ് അങ്ങ് കഴിച്ചു. പിള്ളേരൊക്കെ കളിയാക്കാൻ തുടങ്ങി. പാണ്ടു ഇങ്ങോട്ട് പോകൂ, ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ കണ്ണൻ എന്ന് പറയുന്ന മാമൻ്റെ വീട് ഒരു തോട് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഒരു ചെറിയ സ്ലാബ് ഉണ്ട്, ആ സ്ലാബ് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഈ കണ്ണൻ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കല്യാണം പറയാൻ 2-3 പേര് വന്ന് ഈ സ്ലാബിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വന്ന് നിന്നിട്ട് വീട് ഏതാണെന്ന് തിരിയുന്നില്ല. ഈ കണ്ണേട്ടൻ്റെ വീട് മക്കളെ എവിടെ പോണ്? താഴെ കിടക്കാണ് തോട്ടിൽ മാമനിങ്ങനെ. എന്നിട്ട് അപ്പോൾ ഇവർ പറയാ, കണ്ണേട്ടൻ ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഇതെൻ്റെ മകൻ രമേശൻ, അവൻ്റെ കല്യാണമാണ്, അത് ക്ഷണിക്കാൻ വന്നതാ. കല്യാണമാണോ? മുകളിലേക്ക് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ എന്തുവാ മക്കളെ അവിടെ വന്ന കാലിൽ നിൽക്കുന്നത്? വാ ഇവിടെ വന്നിരിക്കുന്നു തോട്ടിൽ. അപ്പോൾ ഇതുപോലെ കുറേ നാട്ടിലെ താരങ്ങളെ നിങ്ങൾക്കും ഞാൻ ഇപ്പോൾ കഥ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും. കുറച്ച് ചിരിയൊക്കെ സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ ചില ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുക. എൻ്റെ നാട്ടിലൊരു കൃഷ്ണേട്ടനുണ്ട്. പുള്ളിയോട് നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കൃഷ്ണേട്ടൻ പെട്ടെന്ന് പറയും ബിവറേജിൻ്റെ ക്യൂ ആണെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഇല്ലെങ്കിൽ അതേ വിലയുള്ള നമ്മുടെ കൂട്ടുകാർ കഴിക്കുന്ന അടുത്ത സാധനം ഓർമ്മ വെച്ച് വാങ്ങിക്കണം. അപ്പോൾ പെട്ടെന്ന് വേണം ഈ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പുറകിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ കൃഷ്ണേട്ടൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അതായത് ഈ കൃഷ്ണേട്ടൻ നല്ല തികഞ്ഞ ഒരു മദ്യപാനിയാണ്, നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ്. ഇത് നമ്മളിപ്പോൾ ഒരാളെ കണ്ടു, ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുക എന്താണ് പേര്, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥലം എന്നതൊക്കെയാണല്ലോ ചോദിക്കുക. കൃഷ്ണേട്ടൻ ഫസ്റ്റ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം നമുക്ക് ഷെയർ ഇട്ടാലോ, ഇങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഒരു ദിവസം ഷെയർ ഇട്ടിട്ട് കൃഷ്ണേട്ടനും വേറെ ആളെ കൂടി വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ടച്ചിങ്സ് ആയി വാങ്ങിയ ഒരു ബോണ്ട മാത്രമായി, ഒറ്റ ബോണ്ട 2 പേരുണ്ട്. അപ്പോൾ കൃഷ്ണേട്ടൻ നോക്കി ബോണ്ട അങ്ങനെ പൊട്ടിച്ച് ഒരു ചെറിയ കഷ്ണം ഒരു വലിയ കഷ്ണം. കൃഷ്ണേട്ടൻ ആലോചിച്ചു, ചെറിയ കഷ്ണം മറ്റേ പുള്ളിക്ക് കൊടുത്ത് വലിയ കഷ്ണം പുള്ളി കഴിച്ചു. അത് ആൾക്ക് ഫീൽ ചെയ്തു, എന്ത് പരിപാടിയാണ് കൃഷ്ണേട്ടൻ കാണിക്കണത്. കാരണം ഇത് ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ട് വലിയ കഷ്ണം നിങ്ങൾക്ക് തന്നേനെ. ഇതന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചു, ചെറുതെന്ന് എനിക്ക് കിട്ടി വലുത് എനിക്ക് കിട്ടി, പിന്നത്തെ അതിൻ്റെ പ്രശ്നം. ആള് സെൽഫിഷ്. അതുപോലെ പുള്ളി നാട്ടിലൊക്കെ ഭയങ്കര കോമഡി കഥാപാത്രമൊക്കെ ആണെങ്കിലും വീട്ടിൽ അത്ര വലിയ താല്പര്യമില്ലല്ലോ, വെള്ളം അടിച്ചിട്ടാണല്ലോ. ഒരു ദിവസം അടിച്ച് ഫിറ്റായി വീട്ടിൽ ചെന്നു, ഭാര്യയായിട്ട് 1-2 പറഞ്ഞ് വഴക്കായി. ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് ഭാര്യ ഒരൊറ്റടി കൊടുത്തു. അടി കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, കണ്ണിന്ന് വെള്ളമൊക്കെ വരണു, വെള്ളം മുരിച്ച് സങ്കടപ്പെട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് വിതുമ്പി ഓടിപ്പോയിട്ട് ടോയ്ലറ്റിൽ പോയി വാതിലടച്ചു. ഭാര്യ കുറേ നേരം ചീത്തയൊക്കെ പറഞ്ഞു, അതൊക്കെ വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് പന്തികേട് മനസ്സിലായി. കാരണം 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കൃഷ്ണേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്തോ ഒരു കയ്യബദ്ധം, പുള്ളി എന്തോ ഒപ്പിച്ചു. ഭയങ്കര ടെൻഷൻ. ഭാര്യ കരയുന്നു, നിലവിളിക്കുന്നു, വാതിൽ തട്ടുന്നു, മാപ്പ് പറയുന്നു. ഇതിനകത്തുനിന്ന് ഒരു അനക്കമില്ല. ഈ വേളം കേട്ടിട്ട് നാട്ടുകാർ മുഴുവൻ ഓടിയെത്തി. നാട്ടുകാർ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വാതിലൊക്കെ ചവിട്ടി പൊളിച്ച് ഉള്ളിൽ കയറി നോക്കുമ്പോൾ കൃഷ്ണേട്ടൻ അതിൻ്റെ ഉള്ളിൽ നല്ല ഉറക്കമാണ്. പുറത്ത് കിടന്ന ഒരു ഭൂകമ്പോ കൃഷ്ണേട്ടൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ തമാശ രീതിയിൽ പറയുമെങ്കിലും സത്യത്തിൽ ഈ മദ്യപിക്കുന്നവർ മിക്കവാറും സമൂഹത്തിലൊരു കോമാളികളെ പോലെ പലപ്പോഴും ആവാറുണ്ട്. നമ്മളാരും അങ്ങനെ ആവരുത്. നമ്മൾ ആസ്വദിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ലഹരിയുടെ, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒന്നും ലഹരിയല്ല, ജീവിതത്തിൻ്റെ ലഹരിയാണ് ആസ്വദിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയാണ്. കാരണം 9 മണിക്ക് ബിവറേജ് അടക്കി എനിക്ക് പെട്ടെന്ന് പോകണം. ഓക്കെ, സൂപ്പർ. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെയായിരുന്നു പെർഫോമൻസ് എന്ന്. രണ്ടുപേരുടെയും പെർഫോമൻസ് തുല്യമായിരുന്നു. കാരണം നമ്മളൊരു ക്യാരക്ടറെ പറ്റി പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വാചകങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക, അതിനുള്ള ഉപമകൾ കണ്ടെത്തുക, വളരെ പെട്ടെന്ന് ആളപ്പെടുത്തം കിട്ടണം. പിന്നെ കുറച്ച് കേൾവിക്കാർക്ക് അവരുടെ ഭാവനയിൽ വിട്ടുകൊടുക്കണം. നമ്മളെല്ലാവരും അറസ്റ്റ് ചെയ്യരുത്, കുറച്ച് അവരും കൂടി അവർക്കും ഉണ്ടാക്കണം, അവർക്കും പരിചയം ഉണ്ടാവും ഇത്തരം കഥാപാത്രങ്ങൾ. അപ്പോൾ അത്രയും ഡീറ്റെയിലിങ് വേണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടന്റിലേക്ക് കയറുകയാണ്. നമ്മളുടെ അനുഭവത്തിൽ നിന്നും നമ്മൾ കണ്ടത് നമ്മൾക്ക് പരിചയമുള്ളതുമായ തമാശ പറയുന്നതും വേറൊരാൾ പറഞ്ഞത് കേട്ടിട്ട് അത് നല്ല തമാശയാണല്ലോ എന്നോർത്ത് ഞാൻ പറയാൻ നിന്നാൽ ചിലപ്പോൾ ആ തമാശ അയാൾ പറഞ്ഞതുപോലെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വർക്കൗട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ പലരും കളക്ട് ചെയ്യുന്നുണ്ട്. തന്നെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമുക്ക് വലിയ തമാശയൊന്നും ഇല്ലെന്ന് തോന്നിയാലും അത് പ്രസൻറ്റ് ചെയ്യുന്ന പോയിന്റിൽ അത് വലുതാവും. എഴുതി വായിച്ച തമാശ ഉണ്ടാവില്ല, പക്ഷെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്ന തമാശകളായി മാറും. രണ്ടുപേരും ഗംഭീരമായിരുന്നു. താങ്ക് യു രമേശ് ചേട്ടാ, സുദീപ് സർ.
നിങ്ങൾ രണ്ടുപേരുടെയും കഴിവിനെ മിനിസപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കമന്റ്സ് ആണ് സാറും ചേട്ടനും പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഷുഡ് ബി വെരി റിയലി ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പോൾ ഇവരിൽ ആരാണ് 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് നമുക്കിനി അറിയാനുള്ളത്. ഒന്നുകിൽ ചേട്ടാ ഇവർ രണ്ടുപേരും ഒന്നാണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ടാണ്. ഒന്നുകിൽ രണ്ടുപേർക്കും 2ാം സ്ഥാനം, അല്ലെങ്കിൽ രണ്ടുപേർക്കും 1ാം സ്ഥാനം ആണ്. തുല്യതയാണ് ഇവരുടെ മുഖമുദ്രയായിട്ട് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സമ്മാനം ഷെയർ ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ സമ്മാനം നൽകാനായിട്ട് രമേശ് ചേട്ടനും സിദ്ദിഖ് സാറും സ്റ്റേജിലേക്ക് ഒന്ന് വരണം. ഓക്കെ, രണ്ടുപേർക്കുള്ള ക്യാഷ് പ്രൈസ് ആണ്. അതെ, തുല്യതയുടെ പ്രശ്നം വരും. രണ്ടുപേരും വാങ്ങിച്ചോളൂ. Congratulations to both of you. Thanks, sir. എന്താ നമുക്ക് ചിലപ്പോൾ വേറെ ആങ്കറിനെ നോക്കേണ്ടി വരും. എന്താ കേശവമാന്റെ പടത്തിൽ കിട്ടിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ഞാൻ പോവും. എനിക്ക് കേശവമാന്റെ പടവും കിട്ടൂല, പുള്ളിയത് അയച്ചും കൊടുത്തിട്ടില്ല. ഡയാന സഹായിക്കുന്നതെന്ന് പറയുന്ന വീഡിയോയിൽ പുള്ളിയുടെ അക്കൗണ്ട് നമ്പറും വെച്ച് ഫേസ്ബുക്കിൽ ഇടാനായിരുന്നു പുള്ളിയുടെ പ്ലാൻ. നമ്മളത് കൈയോടെ പിടിച്ചു. മേലാൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡ് പരിപാടി ഇവിടെ സമയം കഴിഞ്ഞിട്ട് പോയി കൂടുതൽ സംസാരിക്കണ്ട.